ശരി, നമുക്കിനി ശ്രീകാന്തിന്റെ സഹോദരൻ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും നാട്ടിലേക്കൊരു സന്തോഷ വാർത്ത എത്തുകയാണ്. നിങ്ങൾക്ക് ശ്രീകാന്തുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? എന്താണ്, ഏത് മേഖലയിലാണ് ശ്രീകാന്ത് ഇപ്പോൾ ഉള്ളത്? എന്താണ് പറ്റിയത് ആ ഏരിയയിൽ എന്നാണ് പറയുന്നത്? നമസ്കാരം, ഞാൻ ശ്രീകാന്തിന്റെ സഹോദരൻ. ഇന്നലെ 2 മണിക്കാണ് ഫോണ് ഈ നിങ്ങളെ മാതൃഭൂമി ന്യൂസിന്റെ ചാനലിൽ 9 പട്ടാളക്കാര് ഈ പറശ്ശിൽ നിന്ന് ഒളിച്ചു പോയതെന്ന് കേട്ട്. അപ്പൊ അതിന് തൊട്ട് മുന്നേ തന്നെ അതില് കാണിച്ചത് വെള്ളപ്പാച്ചലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളെല്ലാരും വീഡിയോ മാതൃഭൂമി ചാനൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവനുമായിട്ട് വീണ്ടും പിന്നീട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറഞ്ഞത്. പിന്നീട് രംഗങ്ങളൊക്കെ ആകെ വഷളാവുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മള് ഈ സന്തോഷ് കുമാർ MP ആയി ബന്ധപ്പെട്ട് ഉടനടി മിനിസ്റ്ററുമായി ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം 9 പട്ടാളക്കാരെ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവൻ ഈ തൊട്ട് ഈ പ്രളയം നടക്കുന്ന സമയത്ത് തന്നെ വിളിക്കുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്ന സമയത്ത് നമുക്കാകെ ബേജാറായി. 20 വർഷക്കാലമായി നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നു ഈ പട്ടാളത്തിന്. 3 വർഷക്കാലം ഉത്തരാഖണ്ഡിലായിരുന്നു. ഈ ഹർഷിൽ നിന്ന് ക്യാമ്പിലേക്കാണ് ഇവൻ വർക്ക് ചെയ്തത്. അപ്പൊ ഹർഷിൽ നിന്ന് ക്യാമ്പിൽ നിങ്ങളെ വാർത്തേനെ കൊടുക്കുന്നത് ഹർഷിൽ നിന്ന് പോയ ക്യാമ്പ് ഒളിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ വിളിക്കുകയും ചെയ്യുന്നത്. ഈ ക്യാമ്പിൽ നിന്ന് 9 പേർ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളാകെ വേദനാധിപ്പെട്ട് ഇന്ന് രാത്രി വരെ വീട്ടിൽ അച്ഛനും അമ്മയും അവന്റെ കുട്ടികളും ഞാനും ഒക്കെ ഉൾപ്പെടെ ആൾക്കാർ കുടുംബാംഗങ്ങൾ എല്ലാവരും വിഷമത്തിലായി. അങ്ങനെയാണ് മലയാളികൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? ശ്രീകാന്തിനൊപ്പം ഒക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ഒരു ഈ പറഞ്ഞ ശ്രീകാന്ത് നിൽക്കുന്ന ഈ പ്രദേശത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ നിലവിൽ നമുക്ക് വിവരം കിട്ടിയത് ഈ ക്യാമ്പ് ഒളിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള പട്ടാളക്കാരെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക്, ഈ മലയുടെ മുകളിലെ ഏതോ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഒരു മലയാളി പ്രസാദ്, നമ്മളെ ശ്രീകാന്തിന്റെ ഒരു സ്നേഹിതൻ, കൂട്ടുകാരൻ, കണ്ണൂരുകാരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇപ്പൊ നിലവിൽ ഇല്ല. അപ്പൊ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലും അടുത്ത കുറച്ച് നേരം മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നു അവൻ സുരക്ഷിതരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഒരു ഇവരുടെ യൂണിറ്റിന് തന്നെ വിളിച്ചു പറഞ്ഞത് ശ്രീകാന്തിനുമായി ബന്ധപ്പെട്ട ഇതിന്റെ പുറത്ത് നഷ്ടപ്പെട്ടു പോയ ഈ ഒലിച്ചുപോയ ക്യാമ്പുകളിൽ പെട്ട ആൾക്കാരെ സുരക്ഷിതമായി എത്തിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നിലവിൽ 1 മണിക്കൂർ മുമ്പേ നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അതിലൊരു ചെറിയ സന്തോഷമുണ്ട്. പക്ഷെ ശ്രീകാന്തുമായി നേരിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. അവനുമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസും അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പൊ MP സന്തോഷ് കുറച്ച് നേരത്തെ വിളിച്ചു പറഞ്ഞു. മിനിസ്റ്റർ ലെവലിലേക്ക് പോലും ഇതിന്റെ അവന്റെ ID കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും ശ്രീജിത്ത് നമുക്ക് ആശ്വാസമാണ്.